പൊതുജന സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 35 വർഷകാലം കോട്ടയം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന കുമാരനെല്ലൂർ പഞ്ചായത്തിൽ പഴയ കുമാരനെല്ലൂർ പഞ്ചായത്ത് പ്രദേശത്ത് പൊതുജന സേവനം ചെയ്തു വരുന്ന ശ്രീ ബേബി പ്രസാദ് സാറിനെയാണ് നമ്മൾ ഇന്ന് ഒരു അഭിമുഖത്തിലൂടെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അനവധി വർഷങ്ങളായി അപേക്ഷകൾ എഴുതി കൊടുക്കുക, അത്തരം സാധാരണക്കാരെ സഹായിക്കുന്ന സേവനങ്ങളുമായി തുടർന്നു വരുന്ന ഈ മഹാനെ പരാതികൾ എന്ന് വേണ്ട അപേക്ഷകൾ, സർക്കാരിൻ്റെ സേവനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സാധാരണക്കാരനെ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബേബി സാറ്. അദ്ദേഹം എഴുതിയിട്ടുള്ള അപേക്ഷകളാണ് ഇപ്പം നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരത്തിൽ ഒരു പുള്ളി തെറ്റാതെ കൃത്യമായി എഴുതുകയും അത്തരം സേവനങ്ങൾ ചെയ്തു വരികയും ചെയ്യുന്ന അദ്ദേഹത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. നമസ്കാരം ബേബി സാറേ. താങ്കളെ എന്നൊരു അഭിമുഖത്തിന് വേണ്ടി താങ്കളുടെ അഭിമുഖം എടുക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദീപം FIS ചാനലിലൂടെ താങ്കളുടെ ഈ സേവനം ലോകത്തെ അറിയിക്കുക എന്നതാണ് ഈ അഭിമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്കളെ പറ്റിയുള്ള വിവരങ്ങൾ താങ്കൾ സ്വമേധയാ ഒന്ന് പറയുകയായിരുന്നെങ്കിൽ ഒന്ന് നമ്മുടെ ഈ ലോകത്തെ കൂടെ നമ്മുടെ പ്രേക്ഷകരെയും മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികളെ കൂടെ ഒന്ന് അറിയിക്കാനാണ്. താങ്കൾ എത്ര വർഷമായി ഈ അപേക്ഷ എഴുത്ത് തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തന സേവനങ്ങളുമായി 30 വർഷത്തിലധികമായി, 35 വർഷം എന്ന് വേണേൽ പറയാം. 35 വർഷത്തോളമായി ജനങ്ങൾ അവരുടെ പരാതികള്, അവരുടെ ആക്ഷേപങ്ങള്, അത്തരം കാര്യങ്ങൾ കേൾക്കുകയും അവർക്ക് അതിനനുയോജ്യമായ നീതി ലഭ്യമാകുന്ന തരത്തിൽ ഏത് ഏജൻസികളിലാണോ നമ്മൾ ഈ പരാതി കൊടുക്കേണ്ടത് അത് കൃത്യമായും മനസ്സിലാക്കി ആ ഏജൻസികൾക്ക് തന്നെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഒപ്പം തന്നെ ഞാൻ ജനപ്രതിനിധിയായിരുന്നു, മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു, അതുപോലെ തന്നെ നാട്ടിലെ സാമൂഹ്യ രംഗങ്ങളിലെ സജീവമായി ഇടപെടുന്ന ആളായിരുന്നു. മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഒരു പരാതി പറയുമ്പോൾ അത് കേട്ടിട്ട് അതുപോലെ എഴുതുക എന്നുള്ളതല്ല എൻ്റെ ജോലി. അത് ശരി. പരാതി പറയുന്നയാളിൻ്റെ പരാതിയുടെ ആന്തരികത, ആവശ്യം എന്താണ്, അതിനൊരു ആന്തരികതയുണ്ട്. ചിലപ്പോൾ അയാൾ പറഞ്ഞു വെക്കാത്ത കാര്യങ്ങൾ പോലും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സൈക്കോളജിക്കൽ സമീപനം. അത് ശരി. അത് എൻ്റെ പരാതിയിലും എൻ്റെ ഇടപെടലും സേവനത്തിൽ ലഭ്യമാണ്, സജീവമാണ്. താങ്കൾ ഈ ഇത്തരം സേവനങ്ങൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? 35 വർഷമായെന്നല്ലോ. 35 വർഷത്തോളമാകുന്നു. താങ്കൾ സർക്കാർ സർവീസിൽ വല്ല പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥനോ? സർവീസിൽ പെൻഷനോ ഒന്നുമില്ല. ചെറുപ്പം മുതലേ സോഷ്യൽ ആക്ടിവിറ്റിയോട്, പൊതുപ്രവർത്തനത്തോട് ഏറെ താല്പര്യമുള്ളവരാണല്ലേ. അതുകൊണ്ട് നമ്മൾ അതേ രീതിയിൽ തന്നെ വിഷയങ്ങളെ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി സ്വാഭാവികമായിട്ടുണ്ടായി. താങ്കൾ എത്ര കാലമായി ഈ സേവനം ചെയ്തു? 35 വർഷം എന്നാണ് താങ്കൾ ശരിക്കും പറഞ്ഞത്. 35 വർഷം തന്നെയാണോ അതോ 35 നാൾ മുതലേ തുടങ്ങിയതാണ്? സത്യത്തിൽ പറഞ്ഞാൽ 35 വർഷത്തിൽ കൂടുതലായി. ഞാൻ ഒരു 35 വർഷം ഒരു കണക്ക് കൂട്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. താങ്കളുടെ ഈ അപേക്ഷയിലെ അക്ഷരശുദ്ധി അല്ലെങ്കിൽ അതിന്റെ പരിജ്ഞാനം ഇത്രയൊക്കെ എവിടെ നിന്നും ലഭിച്ചു, എങ്ങനെ ലഭിച്ചു, താങ്കളുടെ ഗുരുക്കന്മാർ ആരൊക്കെയാണെന്നൊന്ന് സ്മരിക്കാവോ? അക്ഷരശുദ്ധി എന്ന് പറയുന്നതും അതിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നതും എൻ്റെ വർഷങ്ങളായിട്ടുള്ള നിരന്തരമായ വായനയും അതിൻ്റെ ഇടപെടലുമാണ്. നിരന്തരം വായന ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ ശുദ്ധിയും അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനവും എപ്പോഴും എനിക്ക് വളരെ വ്യക്തമായിരുന്നു. മാത്രമല്ല എന്നെ അങ്ങനെ പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം, ചില ആളുകൾ തുടക്കത്തിൽ ചില പരാതികൾ അല്ലെങ്കിൽ അപേക്ഷകൾ എഴുതാൻ വരുമ്പോൾ അതെന്റെ സങ്കല്പത്തിനനുസരിച്ചായിരുന്നു ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ ചില ഗുരുതരമായ തെറ്റുകൾ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് അധികാരികൾ പരിശോധിക്കുമ്പോൾ ബോധ്യം വരികയും അതിനനുസരിച്ച് സ്വാഭാവികമായി അവർക്ക് നീതി ലഭിക്കാതെ വന്നപ്പോഴാണ് ഒരു പരാതി പറയുമ്പോൾ അതിന്റെ നിയമപരമായ ഇടപെടൽ കൂടി എന്താണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം പരാതി എഴുതാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ എന്നുള്ള ഒരു തിരിച്ചറിവ്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടുണ്ടായത്. ഇവിടെ എനിക്ക്
വളരെ സാധാരണ രീതിയിൽ ഒരാളുടെ അടുത്ത് ഒരു പരാതിക്ക് ചെന്നാൽ 1, 2, 3 മണിക്കൂർ കൊണ്ട് ഇത് കേട്ടിട്ട് പരാതി എഴുതുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ ഒരു വിവാഹമോചന കേസിൽ ഒരു സ്ത്രീ എന്നെ സമീപിച്ചാൽ 3 ദിവസം കൊണ്ടാണ് ഞാൻ ആ പരാതി എഴുതുന്നത്. അത്രയും സമയം എടുക്കുമല്ലേ? കാരണം ഒരു ദിവസം മുഴുവൻ ഇവരുടെ ആ ജീവിത സാഹചര്യങ്ങൾ കേട്ടിരിക്കും, മനസ്സിലാക്കുക മാത്രമല്ല അവരുടെ 3 തലമുറയ്ക്ക് മുമ്പുള്ള അവസ്ഥ വരെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പരാതി ചെയ്യുന്നത്. അതായത് പഴുതടച്ച 3 തലമുറ. കാരണം ഒരു പാരമ്പര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ 3 തലമുറ വെക്കുന്നത്. നമ്മൾ ആദ്യം അവരെ കൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ എഴുതി പരാതി എഴുതിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരെ വിളിപ്പിച്ചിട്ട് ഈ പരാതി ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യും. ഈ പരാതി ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു വരാൻ പറയും. 2 ദിവസം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ ആ പരാതി വളരെ കൃത്യതയോടുകൂടി എഴുതി വെക്കും. ഇതിന്റെ ഒരു ഗുണം എന്റെ അനുഭവത്തിൽ പല വക്കീലന്മാരും ഞെട്ടിപ്പോയിട്ടുണ്ട്. അപേക്ഷ വായിച്ച് അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇനി പണിയൊന്നും ഇല്ലല്ലോ. അത് ശരി, ഞങ്ങൾക്ക് പണിയൊന്നുമില്ലല്ലോ, ഇതിങ്ങനെ കോടതി നടപടിക്രമങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ അത്രയും സമയമെടുത്ത് സ്ട്രെയിൻ ചെയ്താണ് നമ്മൾ അതിന്റെ നിയമപരമായ വസ്തുതകൾ പോലും നോക്കി മനസ്സിലാക്കിയാണ് ഞാൻ ആ പരാതി. താങ്കളുടെ ബാല്യകാലത്തെ വിദ്യാഭ്യാസം ആരംഭിച്ചത് ഓലയിലാണോ, ഓലച്ചുവടിലാണോ? ഞാൻ മണലിൽ എഴുതിയാണ് എന്നെ ആശാരീശ്രീ മണലിൽ എഴുതി പഠിച്ച് മണലിൽ അക്ഷരങ്ങൾ എഴുതിയാണ് പഠിച്ചത്. താങ്കൾ അടിസ്ഥാന വിദ്യാഭ്യാസം ഞാൻ SSLC വരെ പോയിട്ടുണ്ട്. അന്നത്തെ കാലം ഏത് വർഷം ഓർക്കുന്നു? അത് എൻ്റെ ഈ നാളിതുവരെയുള്ള അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ്. എത്ര വർഷം മുമ്പ്? പക്ഷെ അതിനപ്പുറത്തേക്ക് വിശാലമായ പരാവാരം പോലെ പരന്നു കിടക്കുന്ന അറിവിന്റെ തലത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പോകുന്നതാണ് ഈ സ്വാഭാവികമായും ഈ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനെ ഉയർത്തി കാണിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ ആ അറിവിലേക്ക് പോയത് നിരന്തരമായ അശ്രാന്തമായ പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വായനയിലൂടെ മാത്രമാണ്. എന്തായാലും ബേബി സാറിന്റെ സേവനം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും കാര്യം ഞങ്ങൾക്ക് വേണ്ടി പറയുകയും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ.